ചെമ്പനീർ പൂവിൽ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സുധിയുടെ ഓരോരോ കാര്യങ്ങളും. സുധിക്ക് പാവം കാശ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി അടുത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നോക്കാം. അപ്പോൾ 30,00,000 രൂപയാണ് ഓൾറെഡി ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതും പറ്റിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. വലിയ കൊട്ടാരം വാങ്ങാൻ പോയതാണ് നമ്മുടെ സുധി. അപ്പോൾ സുധി അവിടെയും ചതിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു കാര്യമാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അതിലും വലിയൊരു അബദ്ധത്തിലാണ് പിന്നെ ചെന്ന് കാണുന്നത്. നീലിമയെ കണ്ടുപിടിക്കണം. നീലിമയെ മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും നീലിമയെ വിളിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് ആ 55,00,000 രൂപയുടെ കാര്യങ്ങളും സത്യാവസ്ഥയും മുഴുവൻ അവരോടങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്രുതിയും കൂടെ പെട്ടു പോവുകയാണ്. അപ്പോൾ നീലിമ വിളിച്ചു പറഞ്ഞു, ഞാൻ ആ പണം തിരികെ നൽകുന്നതാണ്. ആ ഒരു വിശേഷത്തിലേക്കാണ് നമ്മളിനി അടുത്തായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നീലിമയെ ഓൾറെഡി അവർ കണ്ടു കഴിഞ്ഞിട്ട് ശ്രുതിയെ പറ്റിച്ച 30,00,000 രൂപയായിട്ട് പോയ ആൾക്കാർ അവരെ പിന്നെ കിട്ടുന്നുമില്ല. തട്ടിപ്പുകാരെല്ലാവരും പോവുകയും ചെയ്തു. അങ്ങനെ ശ്രുതി ആകപ്പാട് പണി പാളി ആ വലിയ കൊട്ടാരം പോലത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി പഴയ വീട്ടിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അവിടെ വന്നപ്പോഴേക്കും നമ്മുടെ സച്ചി അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര വിഷമമായി കേട്ടോ. പിന്നെ അപ്പോൾ എന്താ ഇവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഇതൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. മണ്ഡലത്തിൻ്റെ ആശാനാണല്ലോ സുധി. അതുകൊണ്ട് തന്നെ ഇവനിങ്ങനെ പണം എങ്ങനെ കൊണ്ട് കളയുക എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. ഇനി ഇതൊന്നും ഓർത്തിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. അങ്ങനെ സച്ചി അങ്ങ് തീരുമാനിക്കുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഈ ഒരു കള്ളന്മാരെ കണ്ടുപിടിക്കണം. ആ വീടിൻ്റെ ഉടമസ്ഥന്മാരെ കണ്ടുപിടിക്കണം. പണം തട്ടിയെടുത്തവരെ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചിട്ട് സുധിയുടെ ഒരു കൂട്ടുകാരനുണ്ട്, ഒരു പാർക്ക് ഫ്രണ്ട്. അയാളാണ് ഇതെല്ലാത്തിനും കാരണം. ഒരു ബ്രോക്കറേറ്റ് നിന്നതും അയാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ തട്ടിപ്പുകാരെ കണ്ടെത്താൻ വേണ്ടി സച്ചി ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേക്കാണ് ആ ഒരു ബീച്ച് ഹൗസിൻ്റെ അടുത്തേക്ക് കരിക്ക് സെയിൽ ചെയ്യുന്ന ആൾക്കാരുള്ളത്. അപ്പോൾ ചന്ദ്രയോടും രവിയോടൊക്കെ സംസാരിച്ച് ആ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്നിട്ട് ഈ വീടിൻ്റെ ഉടമസ്ഥനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയണം, അവരുടെ വാടകയ്ക്ക് താമസിച്ചിരുന്നവരാണ്, ശരിക്കും ഉടമസ്ഥനാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ കൂടെ നിന്നോളാന്ന് പറയണം നമ്മുടെ സുധിയുടെ ഈ ഒരു ഫ്രണ്ട്. അതിനുശേഷം എനിക്ക് കമ്മീഷനും തരണം, അയാളെ കണ്ടെത്തുന്നവർ സച്ചിയുടെ കൂടെ നിന്നോളാന്ന് പറയും. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ശരി അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ രേവതിയാണെങ്കിലോ ആ സമയത്ത് മാല കെട്ടാൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് രേവതിയുടെ അമ്മയും ദേവും കൂടി അമ്പലത്തിലേക്ക് പോകണേ. രേവതി ആ സമയത്ത് അങ്ങോട്ട് ദേവിൻ്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ഒരു അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി സച്ചി വിളിക്കും. അപ്പോൾ രേവതി സച്ചേട്ടാ, ഞങ്ങളിവിടെ അമ്പലത്തിലാണ്, ഞങ്ങളുടെ അമ്മയും ദേവും കൂടെ ഉണ്ട്, സച്ചേട്ടനും കൂടി ഇങ്ങോട്ട് വരുമോ? അപ്പോൾ സച്ചിയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഈ ഒരു പറ്റിയ അബദ്ധത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ നീലിമയാണെങ്കിൽ സച്ചിക്ക് ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സമ്മാനമായിട്ട്. ആ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് സച്ചി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ദേവ് പറയും, ഇത് സച്ചിയേട്ടൻ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് വന്നിരിക്കുന്നു, ഇത് കണ്ടോ രവി ചേച്ചി? അപ്പോൾ രവി, ഇതെങ്ങനെ നിങ്ങൾക്ക് കൂളിംഗ് ഗ്ലാസ്, ഇത് ആരാ തന്നേ? രാവിലെ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അതെ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു ക്ലയൻറ്റ്, എന്നെ എപ്പോഴും ഓട്ടം വിളിക്കുന്ന ഒരു ക്ലയൻ്റ് ഉണ്ട്, ആ സ്ത്രീ എനിക്ക് സമ്മാനമായിട്ട് തന്നതാണ്. അപ്പോൾ ദേവ് പറയാം, രവി ചേച്ചി സൂക്ഷിച്ചു കേട്ടോ, കാനഡയിൽ നിന്ന് ആ ഒരു മാഡം സച്ചിയേട്ടന് കൂളിംഗ് ഗ്ലാസ്സൊക്കെ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സച്ചി ഒന്ന് പോടി, നീ വേറെ വല്ലതും പറ. ഇത് കണ്ടോ, ഇത് രേവതിക്ക് സമ്മാനം തന്നിട്ടുണ്ട്, ഇവൾക്കും അറിയാം മാഡത്തിൻ്റെ കാര്യം, ഇവർ എപ്പോഴും തിരക്കുന്നതാണ്, ഞാൻ എപ്പോഴും ഇവളുടെ കാര്യം അവരോട് പറയാറുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് അവരൊരു കൂളിംഗ് ഗ്ലാസ് തന്നിട്ടുണ്ട്, രേവതി നീ ഒന്ന് വെച്ചെന്ന് പറയണേ. അങ്ങനെ രേവതി ഞാൻ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെക്കുകയാണ്. പക്ഷേ സച്ചി പറയാം, വാ നമുക്ക് സെൽഫി എടുക്കാം, ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ദേവ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ ദേവ് പറഞ്ഞാൽ അടിപൊളിയായിട്ട് രണ്ടുപേർക്കും ചേരുന്നുണ്ട്. അപ്പോൾ ദേവ് പറയാം, ഫോണിൽ കാണിച്ചാൽ നോക്കട്ടെ, എന്നിട്ട് രണ്ടുപേരുടെ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ മാറ്റി നോക്കുകയാണേ. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ അതിലൊരു ഫോട്ടോ നീലിമയെ കാണുന്നത്. അപ്പോൾ ഉടനെ തന്നെ ദേവ് വന്നിട്ട് പറയാണ്, ഇത് ഞാനിവരെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഈ സ്ത്രീ എനിക്ക് അറിയാം എന്ന് പറയണം. അപ്പോൾ സച്ചിയോട് ചോദിക്കാം, സച്ചേട്ടാ ഈ ഫോട്ടോ കാണുന്ന ഈ സ്ത്രീ ഏതാ? ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഇത് ആരാ സച്ചേട്ടാന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയാം, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഓട്ടം വിളിക്കുന്ന മാഡം, ഇവരാണ്. അപ്പോൾ ദേവ് ഇങ്ങനെ ഓർത്തിട്ട് പറയാം, ഇവരെ ഞാൻ കണ്ടത് എവിടെ വെച്ചിട്ടാണെന്നറിയോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അവരുടെ പേര് അതും എനിക്ക് ഓർമ്മയുണ്ട്, ഇവരെ ഞാൻ കണ്ടതേ നിങ്ങളുടെ കല്യാണമില്ലേ, ആ നിങ്ങളുടെ കല്യാണമല്ല കേട്ടോ, സച്ചേട്ടൻ്റെ ചേട്ടനും സുധിച്ചേട്ടൻ്റെയും രവി ചേച്ചിയുടെയും കല്യാണമില്ലേ, ആ ഒരു കല്യാണ സമയത്ത് അവരവിടെ വന്നിട്ടുണ്ട്, സുധിച്ചേട്ടനോട് സംസാരിക്കുകയും ഭയങ്കരമായിട്ട് ബലമായിട്ട് പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്കൊരു പന്തികേട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രവി ചേച്ചിയോട് പറഞ്ഞപ്പോൾ രവി ചേച്ചൻ ആദ്യം ഏതെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കും, അവർ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെയെന്ന്. പക്ഷേ ഫ്രണ്ട്സൊന്നുമല്ല, എന്തോ വഴക്ക് പോലെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. നീലിമയെന്നാണ് അവരുടെ പേര്, എനിക്കറിയാം. ആ അതെ നീലിമയെന്നാണ്. അന്ന് സച്ചിൻ പറയും, ശരിയാ നിനക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ, നീലിമ തന്നെയാണ് അവരുടെ പേര്, അവർ കാനഡയിലാണ്, സുധിയുടെ കല്യാണത്തിന് വന്നിട്ടുണ്ടാവോ? അപ്പോൾ പറയാം, ആ അതാണ് സുധിച്ചേട്ടൻ്റെ കാമുകി, 55,00,000 രൂപ പറ്റിച്ച സ്ത്രീ അതാണ്. അപ്പോൾ അവർ കാനഡയിൽ തന്നെയാണെന്നല്ലേ പറയുന്നത്, നീലിമയെന്നാണ് അവരുടെ പേര്, അപ്പോൾ ഇത് അവർ തന്നെ, അവർ കാനഡയിൽ നിന്ന് വന്നതായിരിക്കും. അപ്പോൾ സച്ചി പറയും, ശരിയാണല്ലോ, അങ്ങനെ ആയിരിക്കും അല്ലേ, അവളായിരിക്കും അച്ഛൻ്റെ പെൻഷൻ പണം 55,00,000 രൂപയും തട്ടിയെടുത്തത്, എന്നിട്ടാണ് സുധിയെ പഠിച്ചത്, എന്നിട്ട് ഉള്ളവനോട് അല്ലാതെ ഞാൻ നമ്മുടെ അച്ഛൻ്റെ നിന്നാണല്ലോ പറ്റിച്ചതെന്ന് പറഞ്ഞിട്ട് പറയാം, ആ പണം അവളുടെ നിന്ന് എങ്ങനെയെങ്കിലും വാങ്ങണം, ഞങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട പണമാണ്, ആ പൊട്ടം കൊണ്ടുപോയിട്ട് കളഞ്ഞത്, ഞാൻ അവളോട് പണം തിരികെ വാങ്ങുമെന്ന് പറയണേ. അപ്പോൾ
തിരികെ തരാൻ പറയണം എന്ന് പറയും കേട്ടോ. അപ്പോൾ സച്ചി പറയാം, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ നീലിമയുടെ ഫ്ലാറ്റിലേക്ക്. എന്നിട്ട് നേരെ നീലിമയുടെ ഫ്ലാറ്റിലേക്ക് ചെന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീലിമ ഒന്ന് വാതിൽ തുറക്കുകയാണ്. എന്നിട്ട് സച്ചിയോ, ഞാനൊന്ന് ഓട്ടോ ഒന്നും വിളിച്ചില്ലല്ലോ സച്ചി, എന്താ പറ്റിയേ? അപ്പോൾ സച്ചി പറയാം, ഞാൻ എന്തിനാ ഈ സമയത്ത് വന്നുള്ളത് നിനക്കറിയാം. അപ്പം എന്താ സച്ചി പെട്ടെന്ന് നീ എടിയെന്നൊക്കെ ബഹുമാനം ഇല്ലാതെ വിളിക്കുന്നത്, അങ്ങോട്ട് മാറിക്കാൻ, ഞാൻ അകത്തേക്ക് കയറട്ടെ, എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയണം. അപ്പോൾ നീലിമ പറയും, ഇതെന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇത് ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം തന്നതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്, എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ വീട്ടിൽ ഇടിച്ച് കയറുന്നത് എന്തിനാ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ കാര്യമൊക്കെ ഞാൻ നിന്നോട് പറയാം, ആദ്യം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട്. അപ്പം നീലിമ ചോദിക്കാം, നീ എന്താ എന്നോട് ചോദിക്കാനുള്ളത്, നീലിമയ്ക്ക് എന്താ ബഹുമാനമൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു, എന്താ പറ്റിയെന്ന് നിനക്കും ചോദിക്കാം. അപ്പോൾ സച്ചി പറയാം, അതെ നീ നീലിമയല്ലേ, കാനഡയിൽ നിന്ന് വന്ന നീലിമ, നിനക്ക് എന്നെ മനസ്സിലായോ, എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴേക്കും നീലിമ പറയണം, പിന്നെ എനിക്ക് സച്ചി അറിയില്ലേ, ഞാൻ 2-3 പ്രാവശ്യമായിട്ട് സച്ചി കാണുന്നതല്ലേ, നല്ലൊരു മനുഷ്യനാണെന്ന് ചോദിച്ചിട്ട് കാണുന്നത്, ഇപ്പോഴാണ് മനസ്സിലായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. എന്നെ പറ്റിക്കുന്നവരെ ഞാൻ നന്നായിട്ട് ചോദ്യം ചെയ്യാനായിട്ട് എനിക്കറിയാം. അപ്പോൾ നീലിമ പറഞ്ഞു, ഞാൻ എന്താ നിന്നെ പറ്റിച്ചത്, ഏത് രീതിയിലാണ് ഞാൻ നിങ്ങളെ പറ്റിച്ചത്, അപ്പോൾ നിനക്കെന്നെ മനസ്സിലാവത്തുണ്ടോ, നിനക്കൊരു സുധി എന്ന് പറഞ്ഞ ഒരുത്തനെ അറിയോ, നിൻ്റെ പഴയ കാമുകൻ, നീ അവനെ തെറ്റിച്ചു പോയില്ലേ, അവനെ നീ നല്ലോണം പറ്റിച്ചിട്ട് പോയില്ലേ, അവൻ്റെ അനിയൻ സച്ചിയാണ് ഞാൻ, അവൻ്റെ കയ്യിൽ നിന്ന് നീ 55 ലക്ഷം തട്ടിക്കൊണ്ട് പോയില്ലേ, അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടൊന്നുമല്ല. ഓ, സുധിയുടെ അനിയനാണോ സച്ചി, ഇപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായി, ആ പണം സുധി ഉണ്ടാക്കിയതൊന്നല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളുടെ അച്ഛൻ്റെ പെൻഷൻ പണമെന്നുള്ളതും എനിക്ക് തന്നില്ല. അപ്പോൾ സച്ചി പറയാം, ഓ അപ്പോൾ നിനക്കെല്ലാം അറിയായിരുന്നു, എന്നിട്ട് ആ പണം ഞങ്ങളുടെ അച്ഛൻ്റെ പാവം പെൻഷൻ പണമായിരുന്നു, എന്നിട്ടാണോ നീ അത് തട്ടിയെടുത്തുകൊണ്ട് പോയത്, ഞങ്ങളെല്ലാം പറ്റിക്കുന്ന നിനക്ക് എങ്ങനെ തോന്നി. അപ്പം നിലും പറയാം, അതെ ഞാൻ തട്ടിയെടുത്തുകൊണ്ട് പോയെങ്കിലേ ആ സുധിയോടെ തട്ടിയെടുത്തുകൊണ്ട് പോയത്, നിങ്ങളുടെ ആളുടെ കയ്യിൽ നിന്നല്ല ഞാൻ തട്ടിയെടുത്തത്. സുധി എന്ന് പറയുന്നത് ലിവിങ് ടുഗദറാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ കുറച്ച് നേരം താമസിച്ചു, കുറച്ച് ദിവസങ്ങൾ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി, അവൻ ആരാന്ന് മനസ്സിലായി, നിങ്ങളെ ഒരു തരി പോലും ഇല്ലാത്ത പറ്റിച്ച അവനെ ഒരിക്കലും എന്നെയും പറ്റിക്കില്ല എന്ന് എങ്ങനെ അറിഞ്ഞു. ഞാൻ പോയപ്പോഴേക്കും ആ പൈസ കൂടെ കൊണ്ടുപോയി, സത്യം തന്നെയാണ്. ഓ അങ്ങനെയായിരിക്കും നീ പൈസ കൊണ്ടത്, പക്ഷേ ആ പണം ഞങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറയണം. അപ്പോഴേക്കും നീലിമ പറയണം, പിന്നെ ആ പണം ഞാൻ തിരിച്ചു തരാൻ പോലെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മേടിച്ചോ, ഞാൻ സുധീരത്തിൽ നിന്നല്ലേ വാങ്ങിയത്, ഞാൻ പോലീസിനെ വിളിക്കാം, പോലീസ് വരട്ടെ, നീ ആ തട്ടിയെടുത്തെന്നുള്ളത് ഞാൻ പറഞ്ഞോളാം, ഞങ്ങളുടെ പണം ഞങ്ങൾക്ക് തിരികെ കിട്ടണം, അവനൊരു പൊട്ടനായി പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പം ഉടനെ തന്നെ നീലിമ പറയണം, അതെ നീ വിളിക്ക്, പോലീസിനെ വിളിക്ക് സച്ചി, എന്താ വിളിക്കാത്ത, നീ വിളിക്ക്, ആ പണത്തിൻ്റെ കാര്യത്തിൽ പോലീസ് വന്നൊരു തീരുമാനം ഉണ്ടാക്കട്ടെ, എന്താ വിചാരിച്ചത്, ആ പണം തട്ടിയെടുത്ത് ഞാൻ കൊണ്ടുപോയെന്നുള്ള സത്യം തന്നെയാണ്, പക്ഷേ ആ പണം നിൻ്റെ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് ഞാൻ തിരികെ കൊടുത്തു. അപ്പോൾ തിരികെ കൊടുത്തുന്നോ, നീ എന്താ പറയുന്നത്, എന്ത് തിരികെ കൊടുത്തെന്നാ പറയുന്നത്, ആ പൈസ ഞാൻ തിരികെ കൊടുത്തു, കഴിഞ്ഞ തവണത്തെ എൻ്റെ വരവിൽ ആ ശ്രുതി എന്ന് പറഞ്ഞവൻ മാത്രമാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ കുഴപ്പമില്ല, അവൻ്റെ ഭാര്യയാണല്ലോ ശ്രുതി, അവളൊരു അപാര സാധനമാണ്, തനി ഫ്രോഡാണ്, അവളാണ് എന്നെ കുടുക്കിയത്, അവളുടെ ബ്യൂട്ടി പാർലർ വെച്ചിട്ടാണ് എന്നെ പിടിച്ചത്, ഞാൻ അവരുടെ ട്രാപ്പിൽപ്പെട്ട് പോകുമായിരുന്നു, അങ്ങനെ അവരെന്നോട് ആ പണം തിരികെ ചോദിച്ചു, ഞാൻ അതുകൂടാതെ എൻ്റെ പലിശയും ഒരു 3 ലക്ഷം രൂപയും കൂടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ശ്രുതിയുടെ ഒരു ട്രാപ്പായിരുന്നു. നീ എന്തൊക്കെയായി പറയുന്നത്, ഇതിനൊക്കെ വല്ല തെളിവുണ്ടോ. അപ്പം പിന്നെ തെളിവില്ലാതെ അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന സംഭവങ്ങളാണ്, അവർ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടാണ് എൻ്റെ നിന്ന് പൈസ മേടിച്ചത്, അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വെച്ചാലേ ഞാൻ പണം തരുള്ളൂ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പണം കൊടുത്തില്ല എന്ന് അവർ പറഞ്ഞത്, അങ്ങനെ ആ പണം പലിശ അടക്കം ഞാൻ കൊടുത്തു, സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ ചെന്നിട്ടേ പോലീസിനെ വിളിക്കേ, അപ്പം നിൻ്റെ ചേട്ടനും ഭാര്യയും കൂടി എൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ വാങ്ങിയത് നിനക്കറിയാലോ, എന്നിട്ട് ആ പൈസ കിട്ടിയെന്നുള്ളത് അവർ വീട്ടിൽ പറഞ്ഞില്ല, അങ്ങനെ ഒരു പൈസ കിട്ടിയ കാര്യം അവർ പറഞ്ഞിട്ടേ ഇല്ല. അതെ, ശ്രുതിയും പറയില്ല, ശ്രുതി ഒരു മണ്ടനാണ്, അവനെ പറ്റിക്കുക എളുപ്പമാണ്, പക്ഷേ അവൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അവൾ ബഹു ഗേമിയാണ്, അവളുടെ കയ്യിൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്, അവളെ വിശ്വസിക്കാനും കൊള്ളില്ല, അവളാണ് ആ പലിശ ഇത് വാങ്ങിയത്, അന്ന് ആ പ്രോപ്പർട്ടിയുടെ ആവശ്യത്തിന് വന്നതാണ്, അവനെ തട്ടിപ്പറിച്ച് മേടിച്ചത്, അതുകൊണ്ട് എനിക്ക് അത് വാങ്ങാനും പറ്റില്ല, തിരികെ പോവുകയും ചെയ്തു, അവനെ പറ്റിച്ച് ആ പൈസ തിരികെ വാങ്ങാനൊക്കെ എനിക്കറിയാം, പക്ഷേ ഞാനങ്ങ് പോയെന്നേ ഉള്ളൂ. അപ്പോൾ സച്ചി പറയാം, അപ്പോൾ അവനെ കഴിഞ്ഞ തവണ തട്ടിക്കൊണ്ട് പോയത് നീയാണോ നീലിമയും ചോദിക്കുകയാണേ, അതെ ഞാൻ തന്നെയാണ് ശ്രുതി തട്ടിക്കൊണ്ട് പോയത്, ആ പണം അതിൻ്റെ പലിശയെങ്കിലും എനിക്ക് തിരിച്ച് കിട്ടണ്ടേ, അവനെങ്ങനെ പലിശ സഹിതം മേടിച്ചപ്പോഴേ നിങ്ങളുടെ കുടുംബത്തോടുള്ളത് ആ ഒരു നന്ദികേടുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു പൈസയെക്കുറിച്ച് അവർ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ നീലിമ പറയാം, ആ പണം കൊണ്ടാണ് കട തുടങ്ങിയിരിക്കുന്നത്, മനസ്സിലായോ, അല്ലാതെ ആ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യ നിന്ന് അയച്ചു കൊടുത്ത പൈസയൊന്നും അല്ല, നിങ്ങളോട് പറഞ്ഞത് അങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷേ അങ്ങനെയല്ല, ഈ പണം കൊണ്ടാണ് അവൾ തുടങ്ങിയിരിക്കുന്നത്. ഓ അങ്ങനെയാണോ കാര്യങ്ങളൊക്കെ, അതെ അതുകൊണ്ടാണ് ഞാൻ ആ പൈസ തിരികെ തരണമെന്നുള്ളത് പറഞ്ഞത്, നിങ്ങളെ വീണ്ടും അവൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയണേ. അപ്പോൾ തന്നെ നമ്മുടെ സച്ചി പറയാണ്, നീലിമ നീ എൻ്റെ കൂടെ നിന്ന് വീട്ടിലേക്ക് വരുമോ, ഞാനിതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും വിശ്വസിക്കില്ല, പക്ഷേ ഇത് എല്ലാവരും അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ നീലിമ പറയും, എൻ്റെ പൊന്നു സച്ചി എനിക്കതിനൊന്നും നേരമില്ല, എനിക്ക് പോകണം, ഇനി എനിക്കതൊന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് ചെയ്തുകൂടെ, നീ സ്റ്റേഷനിൽ ഞാൻ ചോദിക്കാം, അവിടെ നല്ല ഡീറ്റെയിൽസും കിട്ടും, അത് കൊണ്ടുപോയി നീ നിൻ്റെ അച്ഛനും അമ്മയൊക്കെ കൊണ്ടുപോയി കാണിക്കുക. അപ്പോൾ സച്ചി പറയണേ, എൻ്റെ പൊന്ന് നീലിമേ അതൊക്കെ തപ്പിയെടുക്കാം, പക്ഷേ നീ എൻ്റെ കൂടെ വരണം, നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ആരും വിശ്വസിക്കില്ല, ഞാൻ കള്ളത്തരം പറയുന്ന ശ്രുതിയും കൂടെ പറഞ്ഞുണ്ടെങ്കിൽ ഇത് അച്ഛനും അമ്മയൊക്കെ അറിയണം, ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ പറ്റിച്ച് ഞാൻ ജീവിച്ചിട്ടേ ശരിയാവില്ലല്ലോ.
എന്ന് പറഞ്ഞിട്ട് നീലിമ അങ്ങ് ഇതാക്കുകയാണ്. അപ്പോൾ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചിൻ നീലിമയും കൊണ്ട് വീട്ടിലേക്ക് പോകണേ. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും എല്ലാവരെയും വിളിക്കണം, എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങി വാ, എല്ലാവരും എന്താ നോക്കിയിരിക്കുന്നത്, എല്ലാവരും വരുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കണം. അപ്പോൾ ശ്രീകാന്തും വർഷ എല്ലാവരും വരും. എവിടെ ശ്രുതിയൊക്കെ പാർലറമ്മ എവിടെയാണ് വിളിക്കുക. എന്നിട്ട് രവി ചോദിക്കുക, എന്താടാ സച്ചി, എന്തിനാ കിടന്ന് നീ അലറുന്നത്, എന്താ പ്രശ്നം? അപ്പോൾ ചന്ദ്ര വെറുതെ കിടന്നിങ്ങനെ അലറി, ഇവൻ എന്താ ഭ്രാന്ത് പിടിച്ചോ, ഈ മനുഷ്യന് സ്വൈരവും തരില്ല, ഇവൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ കസേരയ്ക്ക് എടുത്തിട്ടിട്ട് കോടതിയിലേക്ക് ഇരിക്കണ മാതിരി എല്ലാവരും നിൽക്കുന്ന മാതിരി ഒരു സാധനം ഉണ്ടാക്കി വെക്കുകയാണ്. എന്നിട്ട് വാ വാ എല്ലാവരും എവിടെ, അവനെവിടെ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി കൊണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം. 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിരിക്കേണ്ട. അപ്പോഴേക്കും ചെന്ന് സച്ചി വിളിക്കുകയാണ്. എന്നിട്ട് ഇവിടെ വന്നേ നീ എന്ന് പറയണേ, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, വാടെ ഇവിടെ നീയേ ഇവിടെ കയറി നിന്നേന്ന് പറയാം. അപ്പോൾ സുധീർ, ഞാൻ എന്തിനാ ഇതിനകത്ത് കയറി നിൽക്കുന്നത്, ഞാൻ എന്ത് തെറ്റിയത്, പ്രതിക്കൂട്ടി നിൽക്കുന്ന മാതിരി എന്നെ പിടിച്ച് നിർത്തുന്നത്. അപ്പോൾ ചന്ദ്രൻ പറയും, എന്താണോ പ്രശ്നം, നിനക്കെന്താ വട്ട് പിടിച്ചോ, നീ എന്തിനാണ് സുധിയെ പിടിച്ച് ഇതിനകത്ത് നിർത്തുന്നത്, ഇതെന്താ അവനെന്താ തെറ്റ് ചെയ്തത്, അവൻ എന്തിനാ അവനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഇവൻ പറയാം, അതൊക്കെ ഞാൻ പറയാം, വലിയൊരു കള്ളത്തിൽ അവൻ ചെയ്തു വിട്ടിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. എല്ലാവരുടെ സമക്ഷം നിർത്തിയിട്ട് അവൻ്റെ തെറ്റൊക്കെ തിരുത്തി കൊടുക്കണം. തെറ്റെന്ന് പറഞ്ഞ് ഇവൻ്റെ മണ്ടയ്ക്ക് ഇറങ്ങുന്നതിന് അവൻ ഒരുപാട് വിഷമിച്ചിരിക്കും. അവന് 30 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതോർത്ത് വിഷമിച്ചിരിക്കും, എൻ്റെ കുഞ്ഞിനെ ഇനിയും കുറ്റക്കാരനാക്കാനായിട്ട് ഓരോന്ന് കണ്ടുപിടിച്ചോളും. അപ്പോൾ സച്ചി പറയാം, നിങ്ങളുടെ മോൻ അവനായിട്ട് തൊട്ടിലിട്ടാട്ട് അവൻ എന്താ ചെയ്തെന്നുള്ളത് നിങ്ങൾ അറിയണം, നിങ്ങളെ അവൻ നല്ലോണം പറ്റിക്കുകയായിരുന്നു. എന്താ സച്ചി നീ എന്തായി പറയുന്നത്, ഞാൻ ആരെ എന്ത് പറ്റിച്ചു എന്നാണ് നീ പറയുന്നത്, ഞാൻ ആരും പറ്റിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ സച്ചി റെഡി, എടാ ഇവൻ അന്ന് 55 ലക്ഷം രൂപ അച്ഛൻ്റെ പെൻഷൻ പൈസ കൊണ്ടുപോയിട്ട് ഒരുത്തിക്ക് കൊടുത്തില്ലായിരുന്നോ, കാനഡക്കാരി നീലിമയ്ക്ക്. അതെ അതെ അതെ, അങ്ങനെ തന്നെ അവൻ പറഞ്ഞത്. ഇവനെ പറ്റിച്ച് ആ പെണ്ണത് കൊണ്ടുപോയി എന്നുള്ളത് നമുക്കറിയാലോ, പിന്നെ എന്തിനാ നീ എപ്പോഴും ഇത് വിളിച്ച് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് എന്തോ പന്തികേട് തോന്നുകയാണ്. അപ്പോൾ സച്ചി പറയാം, അതിലേ ഒരു സത്യമുണ്ട്, ആ പെണ്ണ് അവൻ ഇവനെ പറ്റിച്ച് കൊണ്ടുപോയെന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ പെണ്ണത് പൈസ തിരിച്ചു നൽകിയിട്ടുണ്ട്. അതവൻ മിണ്ടിയോ, ഇവൻ്റെ ഭാര്യ മിണ്ടിയോ, പാർലർമ്മ മിണ്ടിയോ, ആരും മിണ്ടിയില്ല. അപ്പോൾ ആ പെണ്ണ് തിരികെ തന്നോ, എന്ത് സച്ചിയുടെ പറയുന്നത്? അതെ തിരികെ തന്നു എന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ ആരും അറിഞ്ഞിട്ടുമില്ല. ഇവനെ ആ പണം തിരികെ കിട്ടി. എന്നിട്ട് ഇവനുണ്ടല്ലോ, ഇവൻ്റെ ഭാര്യ ശ്രുതിയും കൂടെ ചേർന്നിട്ട് ശ്രുതി പറയാം, പിന്നെ ഇനിയിപ്പോൾ തെളിവുമായിട്ട് വന്നിരിക്കുകയാണ്, ആര് പണം തന്നു എന്ന് പറഞ്ഞാൽ സച്ചിക്ക് എന്ത് തെളിവാണ് ഉള്ളത്, ആ പെണ്ണ് പണം കൊണ്ടുവന്ന് തന്നെങ്കിലേ ആ പണം കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ, എന്തെങ്കിലും തെളിവുണ്ട് സച്ചിയുടെ കയ്യിൽ. സച്ചി പറയാം, നീ ഭയങ്കര മിടുക്കിയാണല്ലോ, തെളിവ് ആ പണം കൊണ്ടല്ലേ നീ കട തുടങ്ങിയത്, എന്നിട്ട് ഈ വീട്ടിൽ ആരോടെങ്കിലും നീ അത് പറഞ്ഞോ, ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് രഹസ്യമായിട്ടോ, അതിൻ്റെ 3 ലക്ഷം രൂപയും കൂടെ എക്സ്ട്രാ അവർ മേടിച്ചോ, ശരിയാണോ സുധി അത്, എന്നിട്ടെന്താ നീ പറയാതിരുന്നത്, പിന്നെ കട തുടങ്ങിയത് സുധിരച്ഛൻ മലേഷ്യ നയിച്ചു തന്ന പണം കൊണ്ടാണെന്നല്ലേ പറഞ്ഞു, ഇതിലേക്ക് എന്തെങ്കിലും വാസ്തവമുണ്ടോ? അപ്പോൾ അവിടെ കിടന്ന് ഉരുളാണ് കേട്ടോ സുധി, ഇതിലൊരു വാസ്തവമില്ല അച്ഛാ, വെറുതെ പറയാണ്. സച്ചു ഓരോ കാരണം കണ്ടുപിടിച്ച് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി വരികയാണ്. സച്ചു പറയാം, അങ്ങനെയാണെങ്കിൽ നീലിമേ അവളെ ഞാൻ വിളിക്കാം, അവളൊന്ന് സത്യങ്ങളൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോഴേക്കും അങ്ങ് പാഞ്ഞ് എന്താ പറയുക, ഇങ്ങനെ ഞെട്ടുകയാണ്. നീലിമ അങ്ങ് കയറി വരുമ്പോഴേക്ക് അന്തം വിട്ട് നിൽക്കുകയാണ് ശ്രുതിയും ചന്ദ്ര ഇങ്ങനെ ആകെ ഇതേതാ പെണ്ണെന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ സച്ചു പറഞ്ഞതേ ഇതാണ് നീലിമ, ഇവളാണ് ബാക്കി കാര്യങ്ങൾ അവൾ പറഞ്ഞു. നീലിമ പറയാം, ശരിയാ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം, അന്ന് ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പണം കൊണ്ടുപോയി, ഇവനൊരു തനി ഫ്രോഡാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് ഞാൻ പൈസ ഉണ്ടാക്കിയത്, അത് ഇവൻ അധ്വാനിച്ചുണ്ടാക്കിയാലെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പക്ഷേ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ എന്നെ ട്രാപ്പിലാക്കി ദൈവനും ഇവളും കൂടി ചേർന്നിട്ട് തട്ടിയെടുത്തു. എന്നോട് ആ പണം പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് കൊടുത്തത്, എഗ്രിമെൻറ്റോട് കൂടിയാണ് കൊടുത്തത്, 3 ലക്ഷം രൂപ പലിശയും കൊടുത്തു. എന്നെ കുറ്റപ്പെടുത്താൻ ഇനി ആരും വന്നേക്കരുതേ, ഇവൻ തന്നെ തിരികെ വാങ്ങിയിട്ടുമുണ്ട്, ഇനി നിങ്ങൾക്കാർക്കും എന്നോട് പരാതിയില്ലല്ലോ. ശരിയാണോ സുധി, നീ അത് വാങ്ങിയോ? ആ പണം വാങ്ങിയിട്ടാണ് ഇവർ ബിസിനസ് തുടങ്ങിയത്, എന്നിട്ടാണ് ഇവളുടെ അച്ഛൻ അയച്ചു കൊടുത്തു എന്നുള്ളത് കള്ളം പറയുന്നത്, ഞാൻ കൊടുക്കുക, അവൾ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ തമ്മിൽ അയക്കോ, ഒരു കാര്യം മനസ്സിലാക്കിയോ നിങ്ങൾ, ഇവനുണ്ടല്ലോ ശ്രുതി, ഇവളും താനി ഫ്രോഡാണ്. ഈ ശ്രുതി എന്ന് പറയുന്നതിന് പേരും കള്ളിയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. നീലിമയാണെങ്കിലുള്ള സത്യങ്ങൾ മുഴുവൻ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ പേടിച്ച് കുറച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്ക് ചന്ദ്ര ചോദിക്കുക, നേരാണോ ശ്രുതി, കേൾക്കുന്നതൊക്കെ സത്യമാണോ, നിങ്ങൾക്ക് പൈസ ഇവിടെ തിരികെ തന്നോ, ഈ പറയടിയെന്ന് പറഞ്ഞിട്ട് പറയാൻ കേട്ടോ. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ പറയുമ്പോഴേക്കും അവൾ തിരിച്ചു തന്നു, ആ പണം കൊണ്ടാണോ നിങ്ങൾ ഇത് തന്നത്, നിൻ്റെ അച്ഛൻ തന്ന പണം അല്ലേടി എന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. ആൻറ്റി ക്ഷമിക്കണം, അന്നേരം ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ആൻറ്റി, പണം കിട്ടിയപ്പോൾ ഞങ്ങളത് ബിസിനസ് തുടങ്ങിയെന്നുള്ള സത്യമാണ്, എല്ലാവരും അറിയിച്ച് വീതിച്ചു കൊടുത്താൽ പിന്നെ ഞങ്ങൾക്ക് പണം കിട്ടില്ലല്ലോ, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പം നീ എല്ലാവരുടെ മുമ്പിൽ നുണ പറയുന്നില്ല, നിന്നെ ഞാൻ എത്ര വിശ്വസിച്ചെന്നറിയോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങോട്ട് നന്നായി ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ശ്രുതിയോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പോരിന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡോട് നിൽക്കുന്നത്. ബാക്കി എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നാളെ അറിയാം. റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ.